കോൺഗ്രസിന്റെ പുതിയ തീരുമാനം INLന് അത്ര ബോധിച്ചിട്ടില്ല. അവരുടെ വിമർശനത്തിൽ നിന്നും അത് മനസ്സിലാക്കാം. രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന കോൺഗ്രസിന്റെ തീരുമാനം വൈകിയുദിച്ച വിവേകമാണെന്നാണ് INL പറയുന്നത്. INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറാണ് ഈ അഭിപ്രായവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. മതം എന്നത് വ്യക്തിപരമായ കാര്യമാണെന്നും സംഘപരിവാർ രാമക്ഷേത്രത്തെ ഒരു രാഷ്ട്രീയ പദ്ധതിയായി മാറ്റുകയാണെന്നുമുള്ള യാഥാർത്ഥ്യം വിളിച്ചു പറയാൻ ഇത്രയും സമയം എടുക്കേണ്ടി വന്നത് കോൺഗ്രസിന്റെ മതനിരപേക്ഷ നിലപാടിലെ വ്യക്തതയില്ലായ്മയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഈ ഘട്ടത്തിൽ മൃദു ഹിന്ദുത്വം കൊണ്ട് RSS മുന്നോട്ട് വെക്കുന്ന തീവ്ര ഹിന്ദുത്വതയെ നേരിടാൻ ശ്രമിക്കുന്നത് നഷ്ടക്കച്ചവടമാകുമെന്ന കണക്കുകൂട്ടലായിരിക്കണം അയോധ്യ ചടങ്ങിൽ നിന്ന് മാറി നിൽക്കാൻ കോൺഗ്രസ് നേതാക്കളെ പ്രേരിപ്പിച്ചത്. ഇടതുപക്ഷവും മറ്റു മതേതര പാർട്ടികളും സ്വീകരിച്ച തത്വാധിഷ്ഠിത നിലപാടിലേക്ക് കോൺഗ്രസും ഒടുവിലെത്തിച്ചേർന്നത് മതനിരപേക്ഷ ശക്തികളുടെ സമ്മർദ്ദ തന്ത്രം കൊണ്ട് മാത്രമാണെന്നും ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് സ്വീകരിച്ച അഴകൊഴമ്പൻ നയം ഇത്തരം വിഷയങ്ങളിൽ അവർ പിന്തുടർന്നു പോന്ന കാപട്യമാണ് തുറന്നു കാട്ടുന്നതെന്നും കാസിം ഇരിക്കൂർ പ്രസ്താവനയിലൂടെ തുറന്നടിക്കുന്നുണ്ട്. ജനുവരി 22-ന് നടക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് BJP രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് INL ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു. അതേസമയം രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് കോൺഗ്രസ് കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത്. RSS BJP പരിപാടിയാണ് പ്രതിഷ്ഠാ ചടങ്ങ് എന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഈ തീരുമാനം. അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുൻ അധ്യക്ഷ സോണിയാഗാന്ധി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അധീർ രഞ്ജൻ ചൗധരി എന്നിവരെ രാമക്ഷേത്ര ട്രസ്റ്റ് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. മതം വ്യക്തിപരമായ കാര്യമാണ്. എന്നാൽ RSSഉം BJPയും അയോധ്യയിലെ ക്ഷേത്രത്തിന്റെ രാഷ്ട്രീയ പദ്ധതിയാണ് പണ്ടേ ഉണ്ടാക്കിയത്. അപൂർണമായ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം BJPയുടെയും RSSന്റെയും നേതാക്കൾ തെരഞ്ഞെടുപ്പ് നേട്ടത്തിനു വേണ്ടി കൊണ്ടുവന്നതാണെന്നായിരുന്നു കോൺഗ്രസ് പറഞ്ഞത്. അതേസമയം ഇതിനിടയിൽ K സുരേന്ദ്രൻ കോൺഗ്രസിനെതിരെ തുറന്നടിച്ച് രംഗത്തു വന്നു. കോൺഗ്രസിന് ജിന്നയുടെ പ്രേതം കൂടിയതുകൊണ്ടാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പങ്കെടുക്കാത്തതെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം. ഹമാസ് റാലിയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തെ അവഗണിക്കുന്നത് ഹൈന്ദവ ജനതയോടുള്ള വെല്ലുവിളിയാണ്. കോൺഗ്രസ് പൂർണ്ണമായും മതമൗലികവാദികൾക്ക് കീഴടങ്ങി കഴിഞ്ഞു. പട്ടേലിന്റെ കാലത്ത് സ്വാമിനാഥ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടത്തിയ പാർട്ടി രാഹുലിന്റെ കാലത്ത് ശ്രീരാമ ജന്മഭൂമിയെ തിരസ്കരിക്കുകയാണെന്നും നേതാവ് തുറന്നടിച്ചിരുന്നു.